So hi all, welcome back to our YouTube channel Health Inspectors Crew. So നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ലങ് ഡിസീസാണ് വിച്ച് ഇസ് ബ്രോങ്കോന്യൂമോണിയ. So let's get into the class. Pneumonia is the leading infectious cause of death in children worldwide, according for 15% of death of children under 5 years of age. They are caused by bacteria or virus. So pneumonia എന്ന് പറയുന്നത് അണ്ടർ 5 ചിൽഡ്രനിലെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ഡെത്ത് കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. അതേപോലെ തന്നെ ഇത് കോസ് ചെയ്യുന്നത് ബാക്ടീരിയ അഥവാ വൈറസ് ആയിരിക്കും. So as a definition, pneumonia is a common respiratory infection characterized by the inflammation of air sacs in one or both lungs. These sacs may be filled with pus or fluid, making it difficult to breathe. Pneumonia is often caused by infectious agents such as bacteria, virus and fungi. So ഇതൊരു കോമൺ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്. ഇത് കോസ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദ എയർ സാക്സ് ഓഫ് ഒരു ലങ്ങിൻ്റെ ഒരു ലങ് ആയിരിക്കാം, അല്ലെങ്കിൽ ബോത്ത് ലങ്ങിനെയും ഇത് എഫക്റ്റ് ചെയ്യാം. സോ ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പം ഒന്നില്ലെങ്കിൽ എയർ സാക്സിൽ ഫില്ലാവുന്നത് പസ്സോ അഥവാ ഫ്ലൂയിഡോ ആയിരിക്കും. സോ അങ്ങനെ ഫ്ലൂയിഡോ പസ്സോ കളക്റ്റഡ് ആകുമ്പം പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നത് ബാക്ടീരിയയോ വൈറസോ ഓർ ഈവൻ ഫംഗയും ആവാം. And next we are moving on to the types of bronchopneumonia. So there are mainly 4 types of bronchopneumonia. അതിൽ ഫസ്റ്റത്തെയാണ് കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ. കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ റിഫേഴ്സ് ടു ദ ന്യൂമോണിയ കോൺടാക്റ്റഡ് ബൈ എ പേഴ്സൺ ഔട്ട്സൈഡ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് അക്വയർ ആകുന്ന ന്യൂമോണിയയാണ് കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അടുത്തത് ഹോസ്പിറ്റൽ അക്വയർഡ് ന്യൂമോണിയ. സോ യൂഷ്വലി ഒക്കേഴ്സ് ആഫ്റ്റർ 48 hours ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 2 days 48 hours കഴിഞ്ഞ് നമുക്ക് അക്വയർ ആകുന്ന ന്യൂമോണിയനെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ന്യൂമോണിയ എന്ന് നമ്മൾ പറയുന്നത്. ഇത് മെയിൻലി കാണുന്നത് വെന്റിലേറ്റർ പേഷ്യൻസിലായിരിക്കും നമ്മൾ കൂടുതൽ കാണുന്നത്. സോ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫൈലോകോക്കസ്, അനേറോബ്സ്, ഗ്രാം നെഗറ്റീവ് ബാസിലൈ. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നതാണ് ആസ്പിറേഷൻ ന്യൂമോണിയ. സോ ത്രൂ ആസ്പിറേഷൻ ഓഫ് ഫുഡ്, ലിക്വിഡ്. സോ ഈ ടൈപ്പ് ഓഫ് ന്യൂമോണിയ നമ്മൾ അക്വയർ ആകുന്നത് നമ്മൾ എന്തെങ്കിലും ഫുഡോ ലിക്വിഡോ നമ്മുടെ ലങ്ങിലേക്ക് ആസ്പിറേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ന്യൂമോണിയ നമുക്ക് വരുന്നത്. അടുത്തത് ന്യൂമോണിയ ഇൻ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ്. നെയിം പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാണെങ്കിൽ നമുക്ക് അക്വയർ ആകുന്ന ന്യൂമോണിയയാണ് ന്യൂമോണിയ ഇൻ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഴ്സൺ. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 ടൈപ്സ്. അല്ലാണ്ട് ഒരു 3 ടൈപ്പ് കൂടി ഉണ്ട്. അതായത് അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഇൻ വിച്ച് ദ ന്യൂമോണിയ ഹാപ്പൻസ്. ലങ്ങിലെ ഏത് സ്ഥലത്താണ് ന്യൂമോണിയ ഉണ്ടാകുന്നതെന്നനുസരിച്ചായിരിക്കും. ഫസ്റ്റ് വൺ ഇസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ അപ്പർ ലോബ് ഓഫ് ദ ലങ്. അപ്പർ ലോബിൽ ഉണ്ടാകാം, സെക്കൻഡ് പിക്ചറിൽ കാണുന്ന പോലെ മിഡിൽ ലോബിൽ ഉണ്ടാകാം, തേർഡ് പിക്ചർ കാണിച്ചതുപോലെ തന്നെ ഏറ്റവും ലോവർ ലോബിൽ ഉണ്ടാകാം. അപ്പർ ലോബ് ആവാം, മിഡിൽ ലോബ് ആവാം, അതേപോലെ താഴത്തെ ഏറ്റവും ലോവർ മോസ്റ്റ് ലോബും ആവാം. സോ നൗ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൂ ആർ അറ്റ് റിസ്ക്, അതായത് വാട്ട് ആർ ദ റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് അക്വയറിങ് ന്യൂമോണിയാണ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ബീയിങ് ഏജ് 2 or younger. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ബീയിങ് ഏജ് 65 or older, 65 വയസ്സിന് മുകളിലും 2 വയസ്സിൽ താഴെയും. അതേപോലെ ഹാവിങ് എ ലങ് ഡിസീസ്, അതായത് ഒരുപാട് ലങ് ഡിസീസ് ഉള്ളവർക്കും ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് ആണ് ഈ ലങ് ഡിസീസ്, സച്ച് ആസ് സിസ്റ്റിക് ഫൈബ്രോസിസ്, ആസ്മ, COPD. അങ്ങനെയുള്ള ക്രോണിക് ആയിട്ടുള്ള ലങ് ഡിസീസ് ഉള്ളവർക്ക് ഈ ന്യൂമോണിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ HIV, ഹാവിങ് എ വീക്കെൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഡ്യൂ ടു കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നവർ ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി വളരെ കോംപ്രമൈസ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ന്യൂമോണിയ അക്വയർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഹാവിങ് എ ക്രോണിക് ഡിസീസ് സച്ച് ആസ് ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂമോണിയ വരാം. അതേപോലെ തന്നെ ബീയിങ് ഓൺ വെന്റിലേറ്റർ പേഷ്യൻസ്, സ്മോക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ, ആൽക്കഹോൾ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നവർ, പിന്നെ മാൽനറിഷ്മെൻറ്റ്, അതായത് ന്യൂട്രീഷനൊക്കെ വളരെ കുറഞ്ഞ് ഫുഡൊന്നും കഴിക്കാണ്ട് മാൽനറിഷ്ഡ് ആയിട്ടുള്ളവർക്കും ന്യൂമോണിയ വരാം. അതേപോലെ തന്നെ സ്വോളോയിങ് ആൻഡ് കഫിങ്, സ്വോളോ ചെയ്യാനും കഫ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ളവർക്കും ന്യൂമോണിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ജസ്റ്റ് ഒരു ബ്രീഫ് ഡിഫറൻസ്. നമ്മുടെ ഹെൽത്തി ലങ് ആകുമ്പം ഹെൽത്തി ആയിട്ടുള്ള ആൽവിയോളെ ആയിരിക്കും, പസ്സോ ഫ്ലൂയിഡോ ഒന്നും ഫില്ലല്ലായിരിക്കും. അതേപോലെ തന്നെ ബ്രോങ്കിയോൾസ് ഒക്കെ ഫുള്ളി ഡയലേറ്റഡ് ഒക്കെ ആയിരിക്കും. പക്ഷേ ന്യൂമോണിയ വരുമ്പം ആൽവിയോളെ ശ്രദ്ധിച്ചു നോക്കൂ, ഫുൾ പസ്സും ഫ്ലൂയിഡൊക്കെ നിറഞ്ഞ് നിൽക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ബ്രോങ്കി ആണെങ്കിലും ഇൻഫ്ലമേഷൻ കാരണം വളരെ സ്മോൾ പാസേജ് ആയിട്ട് മാറും.
നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ സൈൻസ് ആൻഡ് സിംറ്റംസ്. ബ്രോങ്കോന്യൂമോണിയ വരുമ്പോൾ ഒരു പേഷ്യൻ്റ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ ഇസ് ഫീവർ. സിൻസ് അതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് ഫീവർ ആയിരിക്കും. അതേപോലെ തന്നെ റാപ്പിഡ് ഷാലോ ബ്രീത്തിങ് ഉണ്ടാകാം, സംടൈംസ് വീസിങ് ഉണ്ടാകും. ഭയങ്കര ഷാലോ ഡീപ്പായിട്ടുള്ള ബ്രെത്ത്സ് ആയിരിക്കും അവരെടുക്കുന്നത്. അതേപോലെ തന്നെ പെട്ടെന്ന് അവർ ബ്രെത്ത് എടുത്തുകൊണ്ടിരിക്കും. ഈവൻ വീസിങ് വരെ അക്കമ്പനി ചെയ്യാം. അതേപോലെ തന്നെ നെയ്സൽ ഫ്ലെയറിങ് ഉണ്ടാകും. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ നോസ് ഫ്ലെയർ ആവുന്നുണ്ടാകും. അതുപോലെ തന്നെ പ്ലൂറിറ്റിക് ചെസ്റ്റ് പെയിനും പേഷ്യൻറ്റിന് ഉണ്ടാകാം. അത് യൂഷ്വലി റേഡിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഷോൾഡറിലേക്കും അബ്ഡോമിനൽ വാളിലേക്കും ആയിരിക്കും ഈ പ്ലൂറിറ്റിക് ചെസ്റ്റ് പെയിൻ റേഡിയേറ്റ് ചെയ്യാം. അതേപോലെ ഹെഡ് ഏക്ക് ഉണ്ടാകാം, തലവേദന, ചിൽസ് ഉണ്ടാകും, പിന്നെ കഫ് ഉണ്ടാകും. കഫ് നമ്മൾ ചെയ്യുമ്പം അവർക്ക് നല്ല രീതിക്ക് സ്പ്യൂട്ടം പ്രൊഡക്ഷൻ ഉണ്ടാകും. ആ സ്പ്യൂട്ടം യെല്ലോയിഷ് അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിരിക്കും. ദെയർ മേ ബി സയനോസിസ് ലൈക്ക് പെരിഫറൽ അല്ലെങ്കിൽ സെൻട്രൽ സയനോസിസ് ഒക്കെ ഉണ്ടാകും. ബിക്കോസ് അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ടാണ് സയനോസിസ് ഒരു സൈൻസ് ആൻഡ് സിംറ്റം ആവുന്നത്. അതേപോലെ തന്നെ ഓൾഡർ പേഷ്യൻസിൽ അവർക്ക് വരാവുന്ന ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് കൺഫ്യൂഷനും ഡെലീരിയവും. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ ഡയഗ്നോസിസ്. എങ്ങനെയൊക്കെ നമുക്ക് ബ്രോങ്കോന്യൂമോണിയ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് WBC. CBC നമുക്ക് ചെയ്യാം. CBC ചെയ്യുമ്പം WBC എലവേറ്റഡ് ആയിരിക്കും. ബിക്കോസ് അവർക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് WBC എലവേറ്റഡ് ആയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് എക്സ്റേ ചെയ്യും. ചെസ്റ്റ് എക്സ്റേയിലും നമുക്ക് കാണാൻ പറ്റും ന്യൂമോണിയയുടെ പാച്ചസ് ഒക്കെ. അതേപോലെ തന്നെ സ്പ്യൂട്ടം കൾച്ചർ ടെസ്റ്റ് ഡോക്ടർ പറയും. അതും പറ്റിയില്ലെങ്കിൽ നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യും. സോ ഈ 4 മെയിൻ ഡയഗ്നോസിസ് ആണ് നമ്മൾ ചെയ്യാറ്. CBC, ചെസ്റ്റ് എക്സ്റേ, സ്പ്യൂട്ടം കൾച്ചർ ടെസ്റ്റ് ആൻഡ് ബ്രോങ്കോസ്കോപ്പി. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ മാനേജ്മെൻറ്റ്. ബ്രോങ്കോന്യൂമോണിയ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ്. അതിൽ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. ഫാർമക്കോളജിക്കൽ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഡിസിൻസ് വെച്ച് നമ്മൾ ബ്രോങ്കോന്യൂമോണിയ എങ്ങനെ മാനേജ് ചെയ്യും. നോൺ ഫാർമക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ അല്ലാണ്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ ലക്ഷണങ്ങളൊക്കെ കുറച്ച് മാനേജ് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഇസ് ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യണതാണ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സിൻ്റെ എക്സാമ്പിളാണ് അമോക്സിസിലിൻ, സെഫ്ട്രിയാക്സോൺ. ആൻറ്റിബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ടീരിയൽ ആയിട്ടുള്ള ബ്രോങ്കോന്യൂമോണിയയ്ക്ക് കൊടുക്കണതാണ്. ഇനി വൈറസ് കാരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ആൻറ്റി വൈറൽ ഡ്രഗ്സ് ആയിരിക്കും കൊടുക്കുക. അതിൻ്റെ എക്സാമ്പിളാണ് ഒസിൽറ്റാമിവിറും സാനാമിവിറും. അടുത്തത് ഫംഗസ് കാരണം ബ്രോങ്കോന്യൂമോണിയ ഉണ്ടായാലും നമ്മൾ ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് കൊടുക്കും. അതാണ് ഫ്ലൂക്കോണാസോളും ആംഫോടെറിസിൻ ബി. അടുത്തത് ആൻറ്റിബയോട്ടിക്സ്. നമ്മൾ പറഞ്ഞ പോലെ സൈൻസ് ആൻഡ് സിംറ്റംസിൽ ഏറ്റവും ആദ്യം വരുന്നൊരു ലക്ഷണമാണ് ഫീവർ. സിൻസ് ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, റൈറ്റ്? അപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക് മെഡിക്കേഷൻസ് കൊടുക്കും. അതാണ് പാരസെറ്റമോളും ഐബുപ്രൂഫിനും. പിന്നെ കഫ് മെഡിക്കേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് സ്പ്യൂട്ടം പ്രൊഡക്ഷൻ ഉണ്ടെന്ന്. അപ്പം കഫ് മെഡിക്കേഷൻസ് കൊടുക്കും. എക്സ്പെക്ടറൻസ് ഒക്കെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ ഓക്സിജൻ തെറാപ്പി കൊടുക്കാം. പേഷ്യൻറ്റിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഓക്സിജൻ തെറാപ്പി കൊടുക്കാം. IV ഫ്ലൂയിഡ്സും കൊടുക്കാം, ഡീഹൈഡ്രേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് റെസ്റ്റ് ആൻഡ് എനർജി കൺസർവേഷൻ. ആഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് എടുക്കുക. പിന്നെ സ്ട്രെയിനസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ, വളരെ ഭാരമേറിയ ജോലികളൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് നമ്മൾ പെട്ടെന്ന് ഫറ്റീഗ്ഡ് ആകും. അടുത്തത് ഹൈഡ്രേഷൻ. പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ് കുടിക്കുക. സോ ദാറ്റ് മ്യൂക്കസ് ഒക്കെ തിന്നായിട്ട് നമുക്ക് പെട്ടെന്ന് എക്സ്പെക്ട്രോയിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വാം വാട്ടർ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ബ്രീത്തിങ് എക്സസൈസസ്. ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യാം. ഇൻസെൻറ്റീവ് സ്പൈറോമെട്രി പ്രാക്ടീസ് ചെയ്യാം, വിച്ച് ഹെൽപ്സ് പ്രിവെൻറ്റ് എയർവേ കൊളാപ്സ് ആൻഡ് ഇംപ്രൂവ് ഓക്സിജനേഷൻ. ഓക്സിജനേഷനൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ചെസ്റ്റ് ഫിസിയോതെറാപ്പി. ദാറ്റ് ഈസ് കൺട്രോൾഡ് കഫിങ്, ചെസ്റ്റ് പെർക്കഷൻ, പോസ്റ്ററൽ ഡ്രെയിനേജ്. ഇതൊക്കെ മ്യൂക്കസ് ഒക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് പുറത്തേക്ക് കളയാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇസ് ആഡിക്വേറ്റ് ന്യൂട്രീഷൻ. ഹൈ കാലറി, ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുക. അതേപോലെ സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ഇഫ് അപ്പിറ്റൈറ്റ് ഈസ് ലോ. പലർക്കും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പിറ്റൈറ്റൊക്കെ പോവും. അപ്പം ഹെവി മീൽസിന് പകരം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മീൽസ് കഴിച്ചുകൊണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഹ്യൂമിഡിഫൈഡ് എയർ, യൂസിങ് എ ഹ്യൂമിഡിഫയർ ഓർ സ്റ്റീം ഇൻഹലേഷൻ. സോ ബ്രീത്തിങ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീം ഇൻഹലേഷനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇസ് പൊസിഷൻ. നമ്മൾ ഫ്ലാറ്റായിട്ട് ലൈ ചെയ്യണമെന്ന് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഒരു സെമി ഫൗളേഴ്സ് പൊസിഷൻ ആയിരിക്കും എപ്പോഴും കൊടുക്കുക. ബിക്കോസ് ബ്രീത്തിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് പൊല്യൂട്ടൻസ്. നമുക്കറിയാം സ്മോക്കിംഗ് ഒരു റിസ്ക് ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. അതേപോലെ കെമിക്കൽസ്, ഡ്രഗ്സ്, ഡസ്റ്റ്, ഫ്യൂംസ് ഇതിലേക്കുള്ള എക്സ്പോഷറും മാക്സിമം മിനിമൈസ് ചെയ്യാം.
മോണിറ്റർ സിംറ്റംസ്, കീപ് ട്രാക്ക് ഓഫ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഫീവർ, സ്പ്യൂട്ടം കളർ ആൻഡ് എസ്പ്യൂട്ടം. നമ്മൾ കാണുന്ന ഈ സൈൻസ് ആൻഡ് സിംറ്റംസ് വേഴ്സൺ ആവാണ്ട് അതൊരു മോഡറേറ്റ് രീതിയിൽ നമ്മൾ മാനേജ് ചെയ്ത് നിർത്തണം എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് പ്രിവെൻഷൻ. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ഇസ് പ്രിവെൻഷൻ. നമ്മൾ എങ്ങനെ ഈ രോഗം വരാണ്ട് മാക്സിമം എങ്ങനെ നോക്കാം എന്നുള്ളതാണ് പ്രിവെൻഷനിൽ നോക്കുക. ആദ്യം തന്നെ വാക്സിനേഷൻസ്. അതിൽ ന്യൂമോകോക്കൽ വാക്സിൻ ടു പ്രിവെൻറ്റ് ന്യൂമോണിയ ഡ്യൂ ടു സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. സോ ന്യൂമോകോക്കൽ വാക്സിൻസ് നമുക്ക് കുട്ടികളിൽ എടുപ്പിക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഇസ് നമ്മൾ ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസസ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ന്യൂമോണിയ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റിസ്ക് ഫാക്ടറായ സ്മോക്കിങ്ങും നമ്മൾ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും റെഗുലർ എക്സസൈസൊക്കെ വെച്ചിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബ്രോങ്കോ ന്യൂമോണിയ. ഐ ഹോപ്പ് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യനും കൂടെയാണ്. നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒരു ഡിസീസ് ആസ്പെക്റ്റ് അതിൻ്റെ ഹെഡിങ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ. സോ എന്തെങ്കിലും ഡൗട്ടോ ഇൻക്വയറീസോ ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബിലോ സോ ദാറ്റ് അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.